ഇപ്പൊ സുഗമോ ദേവിയില് 3 പേരാണ്. ഇപ്പൊ ഭാർഗവി എന്താ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഉഴപ്പാണോ എന്നിട്ട് കാര്യങ്ങൾ കുടുംബശ്രീ പ്രവർത്തനം എന്നാ പറ്റി ചേച്ചി ഇതിനൊക്കെ പോവാനായിട്ട്? എന്ത് പറ്റാനാ, ഇവന്റെ അമ്മ ചവിട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കി കുടുംബവും കലക്കി. പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ആണ് തൊഴിലുറപ്പിന് പോയപ്പോഴേ അടുത്ത ചട്ടി കെട്ടിയിട്ടോണ്ട് വന്നിട്ടുണ്ട്. എവിടെ ഇതാ കഴുത്തി കിടക്കണം എന്താ കറുത്ത കയറും അതിനേക്കാളൊക്കെ നല്ലതല്ലേ ഇത്? ജോലി ചെയ്തുണ്ടാക്കിയതേ ഇത് കേട്ടോ. അല്ലല്ല, ഇത് തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞു. ഈ ദേവികയുടെ അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നോ ദേവികയെ? കിട്ടുമായിരിക്കോ? അയ്യോ തുടങ്ങിയിട്ടുള്ളോ? ആ, ശമ്പളം കിട്ടുകയാണെങ്കിൽ ദേവിക ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? അച്ഛന്റെ ശമ്പളത്തിൽ അച്ഛനോട് ചോദിക്കണം. എന്നാലും വേറെ ഒന്ന്, മോൾക്ക് എന്തെങ്കിലും മേടിക്കണം. അച്ഛൻ സ്വർണം, മറ്റേ മൂക്കുത്തി. എന്റെ ജീവിതം തന്നെ സെറ്റ് ആയിട്ടില്ല. എന്താ നന്ദ ഇത് സെറ്റ് ആകാത്തെ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത്രയും നല്ലൊരു കുട്ടീനെ വേറെ എവിടെ കിട്ടും നിങ്ങൾക്ക്? ആഗ്രഹമുണ്ട് സെറ്റ് ആകണമെന്ന്, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അല്ല പ്രശ്നം. സീരിയലിന്റെ കഥയാന്ന് പറയുന്നത്. അതെ അതെ, ഇപ്പൊ കുറച്ചു മുമ്പേ അമ്മമാരോടൊക്കെ ചോദിക്കണ ഞാൻ കേട്ടു. മോൻ വിചാരിച്ച മറ്റേ കുട്ടിയെ കൊണ്ടുവരുമോ കെട്ടിക്കോ എന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയും. ജീവിതം ആവുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും. ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ. ഞാൻ ഒരുപാട് നോക്കിയത് അവര് തമ്മിലൊന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു നോക്കി, ഒരു രക്ഷയും. പക്ഷെ ഇവിടെ പോലും ഒരുമിച്ചിരുത്തുന്നില്ല. എനിക്കറിയില്ല, ഇവിടെ പോലും നടുക്കേറിയിരിക്കുക. കാരണം എന്താ അറിയോ, ഇനി ആ പ്രഭക്കുഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞാൻ തൊഴിലുറപ്പിനാകുമ്പോ നിക്കടെ അവിടെ എന്തായി കാണിച്ചെന്ന് ചോദിക്കൂ. പ്രഭാവതി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചേച്ചി ഇവിടെയെങ്കിലും അവരെ ഒന്നാവാൻ സമ്മതി. പണ്ടി ഭാർഗവിനെ കൊണ്ട് വലിയ തലവേദനയായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ചേച്ചി മറിയില്ല തൂണെങ്ങനെ മാറ്റുമെന്ന് എന്റെ ഭയങ്കരമായിട്ടുള്ള ചിന്ത. ചേച്ചി ഒന്ന് മാറിയിരുന്നോ ചേച്ചി? ഇല്ല, അവൻ പ്രത്യേകം പറഞ്ഞു പോടാ പുല്ലെന്ന് പറഞ്ഞു. അല്ല ദേവിക എന്താണ് ദേവിക ഈ മനസ്സിൽ മാത്രം വെക്കുന്നത്? പ്രകടിപ്പിക്കൂ. അല്ല, ഞാൻ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അവനോട് തോന്നണ്ടേ? എനിക്ക് നല്ല തോന്നലുണ്ട്. അല്ല അല്ല അതല്ല പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് അല്ല. പോസിറ്റീവ് തിങ്. ഞാൻ വന്നപ്പോഴേ ചോദിച്ചു നിങ്ങളൊന്ന് അടുത്തിരിക്കുക, ഞാൻ അപ്പുറത്തോടെ മാറിയാ വേണ്ട ചേച്ചി നടുക്ക് തന്നെ ഇരിക്കണം എന്ന് ഇവരും പറഞ്ഞു. ചുമ്മാ വെറുതെ. ദേവികയും നന്ദനും ഒന്ന് ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെന്നെങ്കിലും. ചേച്ചി ഒരു കൊണ്ട് തോറ്റു മാറകട് കണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്കും അല്ലേ പാർക്കുട്ടീനെ പോലൊരു സുന്ദരി മോളെ കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ നടുക്കിരുന്നത്. നിങ്ങൾ പിന്നെ അടുപ്പിക്കാം. എന്നായിക്കോട്ടെ, ഇവന്റെ ഭാര്യ നിന്റെ ഭാര്യ എവിടെ? ചേച്ചിക്ക് ഒരു മനസ്സമാനം ഇല്ല ഇപ്പൊ? ഭയങ്കര സമാധാനം. പക്ഷെ ഇവന്റെ സമാധാനം മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോ. ഹാപ്പി ഓണം. നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും കൂടെ ഇതുവരെ അവരുടെ മോഹങ്ങൾ പൂവണിഞ്ഞിട്ടില്ല. സോ ഈ മോഹങ്ങളെല്ലാം പൂവണിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൂക്കളത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? ഓഹോ, ഇത്രയും റൊമാൻസ് ഒക്കെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് സീരിയൽ ഒരു സീന് പോലും കിട്ടും? ഇതാണോ റൊമാൻസ്? മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.